ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഇനിയിപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണുള്ളത്. ട്രിവാൻഡ്രത്ത് നഗര കാഴ്ചകൾ എന്നുകൊണ്ട് KSRTC ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ ബസ്സിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഉള്ളത്. ഇപ്പം ഞാൻ കയറിയിരിക്കുന്നത് 5 മണിയുടെ സർവീസാണ്. ഇത് 2 മണിക്കൂർ ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഇതിന് താഴത്തെ നമ്മൾ സീറ്റിംഗ് ആണെങ്കിൽ 100 രൂപയും മുകളിൽ ഓപ്പൺ ഡെക്ക് ആണെങ്കിൽ 200 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇത് നിങ്ങൾ ഏത് സമയത്താണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ നേരത്തെ വന്ന് ടോക്കൺ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ സീറ്റിൽ കിട്ടില്ല. പിന്നെ മുകളിൽ 200 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ഇത് 2 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രത്തിലെ ഓവറോൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ കൂടുതലും വരുമ്പോൾ 5 മണിക്കുള്ളതോ 4 മണിക്ക്, അതായത് 3 മണിക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു ട്രിപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ഒരു ഡേയിലെയും നൈറ്റിലെയും കൂടി ഒരു കാഴ്ച നിങ്ങൾക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഈ ബസ്സിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിഴക്കേക്കോട്ടയിൽ, ട്രിവാൻഡ്രത്ത് കിഴക്കേക്കോട്ടയിലുള്ള ഈസ്റ്റ് ഫോർട്ട്, അവിടെയുള്ള മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ കവാടത്തിൻ്റെ അവിടെയാണ് ഇത് ബസ് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതിൻ്റെ സർവീസ് ഉണ്ട്. 2 ബസ്സാണ് ഇതിനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ബസ് ഇപ്പോൾ ഇവിടെ ബസ്സിൻ്റെ ഇതിന് മേടിക്കാനുള്ള ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,90,00,000 രൂപയാണ്. പിന്നെ ഇത് ഇപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത തമ്പാനൂർ, കനകക്കുന്ന്, അതുപോലെ അവിടെ നിന്ന് നേരെ ചാക്ക, ലുലു മോള്, ശംഖുമുഖം, പിന്നെ അതുപോലെ മ്യൂസിയം, സെക്രട്ടേറിയറ്റ് ഒക്കെ കറങ്ങി ഒരു 2 മണിക്കൂർ കൊണ്ട് ഈസ്റ്റ് ഫോർട്ടിൽ തിരിച്ചെത്തിക്കും. പിന്നെ ഈ ബസ്സിൽ കയറിയാൽ നമുക്ക് എവിടെ ഇറങ്ങാൻ പറ്റില്ല. ഉള്ള എല്ലാ സ്ഥലങ്ങളും ജസ്റ്റ് അവർ ആ വഴി ജസ്റ്റ് റൗണ്ട് അബൌട്ട് എല്ലാം കാണിച്ചു തരും. അതാണ് ഈ ബസ്സിൻ്റെ സിസ്റ്റം. Only standing. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പാളയമാണ് ക്രോസ് ചെയ്തത്. അവിടെ ഗണപതി കോവിലും അതുപോലെ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും, ഇത് 3 കൂടിയുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കേരളത്തിൽ എവിടെയും ഇല്ല. ഇവിടെ തിരുവനന്തപുരത്ത് ഈ പാളയത്താണുള്ളത്. ഇപ്പോൾ അതും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ PMGയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞ് മ്യൂസിയം, അതുപോലെ കനകക്കുന്ന് കൊട്ടാരം, അതുപോലെ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ആ വഴിയാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ മുന്നിൽ കൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PMGയിൽ നിന്ന് തിരിഞ്ഞ് ഇപ്പോൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ കൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ കനകക്കുന്ന് കൊട്ടാരം, പിന്നെ അവിടെ നിന്ന് നേരെ ചാക്ക, പേട്ട, അങ്ങനെ Very quick suggestions on top fashion brands. Easy returns with no convenience fee. Taki fashion for effortless. Amazon. Harper fashionable. Wow.
ഇവിടെ മേളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മരത്തിൻ്റെ ചില്ലകളും അതുപോലെ ഇലക്ട്രിക് വയറൊക്കെ നമ്മുടെ തലയിൽ മുട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും അവിടെ നിന്ന് കണ്ടക്ടർ ചേട്ടൻ എന്തായാലും നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മളെ തല സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഓരോ സ്ഥലത്തെത്തുമ്പോഴും. ഏതായാലും ഇവിടെ നമുക്ക് സീറ്റിംഗ് ആണെങ്കിൽ വിഷയമില്ല. പക്ഷേ വലിയ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ കണ്ടക്ടർ ഡ്രൈവറൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. അതായത് എന്ത് കാര്യം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ഏത് വഴിക്കാണോ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ ഉള്ള അവർ പറഞ്ഞു. പിന്നെ ഇവിടെ ഏറ്റവും ഇതിൻ്റെ താഴെ ആണെങ്കിൽ സ്നാക്സ് നമുക്ക് കിട്ടും. പക്ഷെ പെയ്ഡാണ് സ്നാക്സ് കിട്ടും. ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് ഈ ഒരു സംവിധാനം ഇപ്പോൾ വന്നിട്ട് അധികം നാളായിട്ടില്ല, ഈ അടുത്താണ് വന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയെ പറ്റി ഓവറോൾ ഒരു നല്ല എല്ലാ സ്ഥലവും ഒരു 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള മാത്രമല്ല, പുറത്തുനിന്നുള്ള പുറത്ത് ജില്ലകളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് കാണാൻ വേണ്ടി. പിന്നെ ഇത് നമുക്ക് ഇങ്ങനൊരു റൈഡ് എടുത്തുകൊണ്ട് ഒരു ടൂറിസ്റ്റ് ഫീലാണ്. നമുക്കെല്ലാ നമ്മുടെ ടെൻഷൻസും മാറ്റി വെച്ച് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കാം. നമ്മളിപ്പോൾ തിരിഞ്ഞ് നേരെ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പാളയമാണ് സ്ഥലം. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ പാളയത്തുള്ള ഗണപതി കോവിൽ. ഈ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലുക്ക് തന്നെയാണ് ഈ ഗണപതി കോവിൽ കാണാൻ വേണ്ടി. ഇതിപ്പോൾ ഇതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇവിടുത്തെ കണ്ടക്ടർ ചേട്ടൻ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ തല സൂക്ഷിക്കണം എന്നുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അതാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. നിങ്ങളിപ്പോൾ ഈ ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് കയറാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വരുന്ന സമയത്തിന് കുറച്ച് നേരത്തെ വരിക. എന്നിട്ട് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്ത് നമുക്ക് വേഗം പോയി മുകളിൽ സീറ്റ് പിടിക്കാം. മുകളിൽ നിന്നുള്ള യാത്രയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ മുകളിൽ ഇരിക്കുന്നത് കാര്യവട്ടം സ്കൂളിലെ ടീച്ചർമാരും സ്റ്റുഡൻസുമാണ്. ഏതായാലും എനിക്കാദ്യം വന്നപ്പോൾ ഇങ്ങനൊരു കാര്യം അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് കൂടുതൽ ഇതിനെപ്പറ്റി എനിക്കൊരു അറിവ് കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ ചാക്ക കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ റോട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഷൺമുഖം പോയിട്ട് തിരിച്ച് ലുലു മോള്, അങ്ങനെയാണ് ഇതിൻ്റെ യാത്ര.
Raise a leg up, leg up, leg up, leg up. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൺമുഖം ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ യൂ ടേൺ എടുത്ത് തിരിച്ച് ഇനി പേട്ടയിൽ പോയി അവിടെ നിന്ന് ലുലു മോൾ ആ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. നേരത്തെ ഇവരൊരു പാക്കേജ് എടുത്തിയപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് ഇവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ബസ്സിൽ പോകുമായിരുന്നു. ഇപ്പോൾ ആ സിസ്റ്റം എടുത്ത് മാറ്റിയിരുന്നു. ഇപ്പോൾ നമ്മൾ ചാക്ക ബൈപ്പാസിലെത്തി നേരെ ലുലു മോളിൻ്റെ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ടീച്ചർമാർ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോൾ എല്ലാം കഴിഞ്ഞ് ആ ഒരു ഡാൻസ് പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ്. പിന്നെ നിങ്ങൾ കണ്ടത് ടൈറ്റാനിക്കിൻ്റെ ഒരു ഫെയറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മൂന്ന് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ലുലു മോള്. പിന്നെ നിങ്ങൾ കാണിച്ചു തരാം. ഫെയറാണോ? ആ, നമ്മളിപ്പോൾ ലുലു മോളിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ലുലു മോൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ലുലു മോൾ ഇപ്പോൾ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു. ഇത്ര വൈഡായിട്ട് ആണ് ഇപ്പോൾ ഇവിടുത്തെ ലുലു മോളിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടി ഇവിടെ ലുലു മോളിൽ നേരത്തെ കയറിയിരുന്നു. ഒരുപാട് ഫൺ ആക്ടിവിറ്റീസും ഒരുപാട് ഗെയിംസും പിന്നെ മാത്രമല്ല ഇവിടെ PVR IMAXൻ്റെ തന്നെ ഒരു തിയേറ്ററാണ് ഇവിടെ ഉള്ളത്. പിന്നെ പാർക്കിംഗ് ഫെസിലിറ്റി ആണെങ്കിൽ വൈഡായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് തോന്നുന്നത് ഏറ്റവും വലിയ ലുലു മോൾ. അങ്ങനെ ലുലു മോളും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈസ്റ്റ് ഫോർട്ട് ലക്ഷ്യമാക്കി, അതായത് നമ്മൾ കയറിയ എവിടെയാണോ അങ്ങോട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈറ്റാനിക്കിൻ്റെ ഫെയർ. ഇവിടെ എനിക്ക് സന്ദർശിക്കാൻ സാധിച്ചില്ല. ഏതായാലും ഇതിപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു ഫെയറാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് പോകുന്നതിലേക്ക് വേറൊരു ഏതായാലും അവരൊക്കെ പാട്ടനുസരിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി, ആ ടീച്ചർമാരൊക്കെ. ഏതായാലും നമ്മൾ യാത്ര ഇപ്പോൾ ഇനി ഈസ്റ്റ് ഫോർട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ഞാൻ വേറൊരു മോളും കൂടി ഉണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് ആദ്യം വന്നത് ഈ മോളാണ്. എൻ്റെ പേരാണ് മോൾ ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ മോളെന്ന് വെച്ചാൽ അത്ര വലിയ മോളല്ല, എന്നാൽ കൂടി ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഫസ്റ്റ് മോൾ എന്ന് തന്നെ പറയാം. ഇതാണത്, മോൾ ഓഫ് ട്രാവൻകൂർ. ഇതാണ് ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഏറ്റവും ആദ്യത്തെ മോളെന്ന് പറഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ 2 ഫ്ലോർ ഉണ്ട്, പിന്നെ ഒരു തിയേറ്റർ ഉണ്ട്, സിനിപോളിസിൻ്റെ. അതാണ് ഇവിടുത്തെ മോളുടെ പ്രത്യേകത. ഗൈസ്, അപ്പോൾ ഞാൻ ഈസ്റ്റ് ഫോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ ഈസ്റ്റ് ഫോർട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.